കഴിഞ്ഞ തവണ നമ്മൾ മഹാഭാരതത്തിൻ്റെ കഥയിൽ പറഞ്ഞു നിർത്തിയത് തക്ഷകൻ്റെ ദംശനമേറ്റ് മരണപ്പെടുന്ന പരീക്ഷിത് മഹാരാജാവിനെ പറ്റിയും പിന്നീട് സർപ്പസത്രം നടത്തി നാഗങ്ങളെയെല്ലാം ഹോമിക്കാൻ തയ്യാറെടുക്കുന്ന അദ്ദേഹത്തിൻ്റെ പുത്രനായ ജനമേജയനെ പറ്റിയുമാണ്. ആ കഥയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ജനമേജയൻ പരീക്ഷിത് മഹാരാജാവിന് ശേഷം ഹസ്തിനപുരത്തിൻ്റെ അധികാരം ഏറ്റെടുക്കുന്നു. അദ്ദേഹം നല്ല രീതിയിൽ ഭരണം തുടങ്ങുന്നു. കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ തൻ്റെ അച്ഛനെ വധിച്ച തക്ഷകനെ പ്രതികാരം ചെയ്യണം എന്നുള്ള ആഗ്രഹം ജനമേജയൻ്റെ ഉള്ളിൽ വരുന്നു. അങ്ങനെ അദ്ദേഹം മുനിമാരെ മഹർഷിമാരെയൊക്കെ കൂട്ടി ഒരു സർപ്പസത്രം നടത്താനായി തീരുമാനിക്കുന്നു. മുൻപെങ്ങും കേട്ടിട്ടില്ലാത്ത ഒരു യജ്ഞ രൂപമാണ് ഈ സർപ്പസത്രം. ഹോതാക്കൾ ഇരുന്ന് ഈ യജ്ഞകുണ്ഡത്തിന് ചുറ്റും ഇരുന്ന് മന്ത്രങ്ങൾ ഉരുവിടുകയും മറ്റും ചെയ്യുമ്പോൾ പാമ്പുകൾ യജ്ഞകുണ്ഡത്തിലേക്ക് വന്ന് അഗ്നിക്ക് ഇരയാകുന്നതാണ് ഈ സർപ്പസത്രം എന്ന് പറയുന്നത്. അപ്പോൾ എവിടെ ഇത് ചെയ്യും എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ, എവിടെ വെച്ചാണ് ഇത് ചെയ്യേണ്ടതെന്നുള്ളത്. തക്ഷകൻ്റെ സ്ഥലമായതുകൊണ്ട് തന്നെ തക്ഷശിലയിൽ വെച്ച്, തക്ഷകനെ ഹോമിക്കാനുള്ള യജ്ഞമായതുകൊണ്ട് തന്നെ തക്ഷശിലയിൽ വെച്ച് ചെയ്യാനായി ഒരു തീരുമാനമാകുന്നു. അങ്ങനെ അതിനുള്ള വലിയ വലിയ സന്നാഹങ്ങളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നു. കാര്യം എന്ന് വെച്ചാൽ ഇത് കണ്ടിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതുമായ ഒരു യജ്ഞമായതുകൊണ്ട് തന്നെ പല സ്ഥലത്തു നിന്നും ആൾക്കാരിത് കാണാൻ വരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്യുന്നു. വല്ല രീതിയിലുള്ള യാഗ ഹോമകുണ്ഡങ്ങളും അതിനുള്ള സംവിധാനങ്ങളും റെഡിയാക്കുന്നു. അങ്ങനെ ചണ്ഡഭാർഗവൻ എന്ന് പറയുന്ന ഒരു വലിയ ഹോത്രിയുടെ നേതൃത്വത്തിൽ വേറെ 4 പേരും കൂടെ ഉണ്ട്. ഈ മന്ത്രങ്ങൾ ഉരവിട്ട് യജ്ഞം ആരംഭിക്കുന്നു. യജ്ഞം ആരംഭിച്ചു അതിശക്തമായ മന്ത്രങ്ങൾ ഉരവിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മന്ത്രങ്ങൾ പറഞ്ഞ് അന്തരീക്ഷമാകെ ഈ യജ്ഞകുണ്ഡത്തിൽ നിന്ന് വരുന്ന പുകയും മന്ത്രങ്ങളും കൊണ്ട് നിറയുന്നു. പാമ്പുകൾ ഓരോന്നായി പല സ്ഥലത്തു നിന്നും വന്ന് അഗ്നി ഹോമകുണ്ഡത്തിലേക്ക് ആത്മഹത്യ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ നടക്കുന്നു. അപ്പോൾ ഈ മന്ത്രോച്ചാരണങ്ങളൊന്നും നിൽക്കുന്നില്ല. കാരണം ഉദ്ദേശം തക്ഷകൻ വരിക എന്നുള്ളതാണ്. മഹാവിഷ്ണുവിൻ്റെ അടുത്തിരിക്കുന്ന അനന്തന് പോലും ബുദ്ധിമുട്ടായി തുടങ്ങി. മഹാവിഷ്ണുവിൻ്റെ അടുത്ത് അഭയം പ്രാപിക്കും. ഭഗവാനെ കാത്തുകൊള്ളണേ എന്ന് പറഞ്ഞ് മഹാവിഷ്ണുവിൻ്റെ അടുത്ത് ചേർന്നിരിക്കുന്നു വാസുകി, പരമശിവൻ്റെ കഴുത്തിലുള്ള വാസുകി പോലും ഈ മന്ത്രോച്ചാരണങ്ങൾ കൊണ്ട് ആകെ നിൽക്കക്കൊള്ളില്ലായിരിക്കുന്നു. തക്ഷകനാകട്ടെ, തക്ഷകൻ ദേവേന്ദ്രൻ്റെ അടുത്ത് പോയി. അപ്പോൾ അങ്ങനെ മഹർഷിമാർ ഈ ചണ്ഡഭാർഗവൻ ഉൾപ്പെടെയുള്ളവർ തക്ഷകൻ വരാത്തതിൻ്റെ കാരണം ജനമേജയനോട് പറയുന്നു. അതായത് ഈ ദേവേന്ദ്രൻ്റെ അടുത്താണ് തക്ഷകൻ നിൽക്കുന്നത്. നമ്മൾ തക്ഷകനെ ദേവേന്ദ്രൻ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എത്ര ആവാഹിച്ചാലും വരില്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ ജനമേജയൻ പറയുന്നു, അങ്ങനെയാണെങ്കിൽ ദേവേന്ദ്രനെയും ചേർത്ത് ആവാഹിക്കുന്നുണ്ട്. അങ്ങനെ പാപിയായ തക്ഷകന് അഭയം കൊടുക്കുന്ന ഒരാൾ ലോകത്തെ രാജാവായിരിക്കാൻ അർഹനല്ല, ദേവേന്ദ്രനെയും ചേർത്ത് ആവാഹിക്കണമെന്ന് പറയുന്നു. അപ്പോൾ ഉടനെ തന്നെ മഹർഷിമാർ വീണ്ടും ഇത് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ കാണാൻ വന്ന ആൾക്കാർ വേറെ രാജ്യത്തെ ആൾക്കാരുണ്ട്, വേറെ രാജ്യത്തെ രാജാക്കന്മാരുണ്ട്, അവിടെയുള്ള ആൾക്കാരുണ്ട്, വ്യാസമഹർഷി പോലുള്ള മുൻവര്യന്മാരുണ്ട്. വീണ്ടും നടക്കുന്നു. അപ്പോൾ ഇങ്ങനെ ദേവേന്ദ്രനും ബുദ്ധിമുട്ടായി തുടങ്ങി. അവസാനം എല്ലാ ദേവന്മാരുടെയും ഉപദേശം കേട്ട് ദേവേന്ദ്രൻ തക്ഷകനോട് പറയുന്നു, തക്ഷക, എനിക്ക് നിന്നെ ഇനി സംരക്ഷിക്കാനായി സാധിക്കില്ല. എൻ്റെ നിലനിൽപ്പിന് പോലും ദോഷം കിട്ടുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതിനാൽ എനിക്ക് നിന്നെ ഇനി സംരക്ഷിക്കാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് തക്ഷകനെ വിടുന്നു. ഈ സമയത്ത് വാസുകിക്ക് മനസ്സിലായി കാര്യങ്ങൾ പന്തിയായിട്ടല്ല പോകുന്നതെന്ന്. വാസുകി എത്രയും പെട്ടെന്ന് തന്നെ നേരെ ജഗൽക്കാരുവിൻ്റെ വീട്ടിലെത്തി. ആരാണ് ജഗൽക്കാരു? ഈ കഥ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ജഗൽക്കാരു എന്ന് പേരുള്ള മഹർഷി, ജഗൽക്കാരു എന്ന് പേരുള്ള ഒരു സ്ത്രീയെ വിവാഹം ചെയ്യുന്നത്. ഈ ജഗൽക്കാരു ആരാണ്? വാസുകിയുടെ സഹോദരിയാണ്. അപ്പോൾ ജഗൽക്കാരുവിൻ്റെ അടുത്തെത്തി. അവിടെ ജഗൽക്കാരു മഹർഷിയുടെ മകനായ അസ്തിക മഹർഷിയുണ്ട്, മുനികുമാരനാണ്. അസ്തിക മുനികുമാരനോട് കാര്യം പറയുന്നു. അസ്തിക മുനികുമാര, നിങ്ങൾ എത്രയും പെട്ടെന്ന് ജനമേജയം നടത്തുന്ന സർപ്പസത്രത്തിൽ ചെല്ലണം. നീ അവിടെ സർപ്പങ്ങൾക്കുള്ള ആ ആത്മാഹൂതി നടത്തുന്ന ഒരു സാഹചര്യം നിർത്തലാക്കണം. നിൻ്റെ ജന്മ ഉദ്ദേശം തന്നെ ഇത് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അസ്തിക പറഞ്ഞു, ഞാനൊരു മുനികുമാരനാണ്, ഞാൻ പറഞ്ഞാൽ കേൾക്കുമോ എന്നൊക്കെ വാസുകിയോട് ചോദിക്കുന്നു. വാസുകി പറഞ്ഞു, നീ പറഞ്ഞാൽ തീർച്ചയായും കേൾക്കും. നീ അവിടെ പോകണം, എത്രയും പെട്ടെന്ന് പോകണം, പോയി ഈ കാര്യങ്ങൾ അവതരിപ്പിക്കണം എന്നുള്ള കാര്യം വാസുകി പറയുന്നു. ഇതിന് വേണ്ടിയിട്ടാണ് എൻ്റെ സഹോദരിയായ ജഗൽക്കാരുവിനെ
ഞാൻ ജഗൽക്കാരു മഹർഷിക്ക് വിവാഹം ചെയ്ത് കൊടുത്തത് തന്നെ എന്ന് പറയുന്നു. അങ്ങനെ അസ്തികൻ തൻ്റെ അമ്മാവനായ വാസുകി പറയുന്ന ഇത് ഗ്രഹിച്ചുകൊണ്ട് തന്നെ നേരെ ജനമേജയൻ്റെ യാഗശാലയ്ക്ക് അടുത്തെത്തുന്നു. അപ്പോൾ ഈ ജനമേജയ യജ്ഞം തുടങ്ങുന്ന സമയത്ത് തന്നെ പിന്നെ ഈ അവിടെ നിൽക്കുന്ന ഋഷിമാർ പറയും, ഇടയ്ക്ക് വെച്ച് വേറൊരു മഹർഷി വന്ന് ഈ യാഗം മുടക്കാനുള്ള സാധ്യതയുണ്ട്, അപ്പോൾ ആരെയും കടത്തി വിടാതെ നോക്കണമെന്ന് പറയുന്നു. ജനമേജയൻ ദ്വാരപാലകരെ വെച്ച് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നു. അപ്പോൾ അസ്തിക മഹർഷി വരുന്നു. വളരെ തേജസ്സോടാണ് അസ്തിക മഹർഷിയെ കണ്ടു കഴിഞ്ഞാൽ തന്നെ. അപ്പോൾ അദ്ദേഹം വന്ന ഉടനെ ദ്വാരപാലകർ പറയുന്നു, ഇല്ല, അകത്തോട്ട് പോകാൻ സാധിക്കില്ല, ആർക്കും പ്രവേശനമില്ല എന്ന് പറയുന്നു. അപ്പോൾ അസ്തിക മഹർഷി ദ്വാരപാലകർ പറയുന്നു, ഞാൻ ജഗൽക്കാരു എന്ന് പറയുന്ന മഹർഷിയുടെ മകനായ അസ്തിക മഹർഷിയാണ്, എനിക്ക് നിങ്ങളുടെ രാജാവിനെ ഒന്ന് കാണണം, നിങ്ങൾ പോയി പറയൂ, അദ്ദേഹത്തിന് സമ്മതമാണെങ്കിൽ മാത്രം നിങ്ങൾ എന്നെ വിട്ടാൽ മതി എന്ന് പറയുന്നു. അപ്പോൾ ദ്വാരപാലകർ പോയി രാജാവിൻ്റെ അടുത്ത് കാര്യം പറയുന്നു. രാജാവ് നോക്കുമ്പോഴത്തേക്ക് നല്ല തേജസ്സുള്ള മഹർഷി. അപ്പോൾ രാജാവ് ഉടനെ തന്നെ അങ്ങോട്ട് വന്നിട്ട് മഹർഷിയെ വന്നിച്ച് ഒരു ചെറിയ മാപ്പൊക്കെ പറഞ്ഞു, അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അകത്ത് കൂട്ടുകൊണ്ട് ഇരുത്തുന്നു. കാൽപാദങ്ങളൊക്കെ കഴുകി കൊടുക്കുന്നു. ഇതിൻ്റെ മഹർഷിയോട് ചോദിക്കുന്നു, മഹർഷി അങ്ങനെ എന്ത് സഹായമാണ് വേണ്ടത്, അങ്ങനെ എന്ത് ഇഷ്ടമാണ് എനിക്ക് സാധിച്ചു തരാൻ സാധിക്കുന്നത് എന്ന് ചോദിക്കും. അപ്പോൾ മഹർഷി വന്നു, എനിക്ക് ചെറിയൊരു ആഗ്രഹമുണ്ട് എന്ന് ഇങ്ങനെ പറയാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ തക്ഷകൻ ഹോമകുണ്ടത്തിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞു. പേടിച്ച് വിറച്ച് നിൽക്കുകയാണ്. കാരണം അത്ര ഭയങ്കരമായി ചണ്ഡഭാർഗവനും കൂട്ടരും ഈ യാഗം നടത്തുകയാണ്. അപ്പോൾ ചണ്ഡഭാർഗവൻ പറയുന്നു, ജനമേജയൻ തക്ഷകൻ ഇതാ വന്നിരിക്കുകയാണ്, അവനെ ആത്മാഹൂതി ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ പറയുന്നു. അപ്പോൾ ജനമേജയൻ പറയുന്നു, കുറച്ച് നേരത്തേക്കൊന്ന് നിർത്തിയാലും മഹർഷി മുനികുമാരൻ്റെ പിന്നെ എന്താണ് ആവശ്യം അത് നമുക്ക് നടത്തിക്കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് ബാക്കി പരിപാടി ചെയ്യാമെന്ന് പറയുന്നു. അപ്പം ഓക്കെ, ശരി. അങ്ങനെ മഹർഷിയോട് ചോദിക്കും, എന്താണ് മുനികുമാര, എന്താണ് മഹർഷി അങ്ങേക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കുന്നതെന്ന് ചോദിക്കുന്നു. മഹർഷി പറയുന്നു, അഹിംസ എന്നാണ് പരമധർമ്മം. ഇവിടെ ഒരു ഹിംസ ക്രിയയാണ് നടക്കുന്നത്. ഒരു തെറ്റും ചെയ്യാത്ത പ്രാണജന്തുക്കളുടെ പ്രാണൻ രാജാവ് എടുക്കുകയാണ്. ഇത് കൊടിയ പാപം നിങ്ങൾക്കുണ്ടാക്കും. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഈ നാഗങ്ങളെല്ലാം എന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തത്. വിധി നടന്നേ മതിയാവും, ആ വിധി നടപ്പിലായത് മാത്രമാണ് എന്ന് പറയുന്നു. അപ്പോൾ രാജാവിന് പെട്ടെന്ന് തന്നെ ഒരു ഉൾവിളി കൊണ്ട പോലെ ശരിയാണ് എന്ന് രാജാവിന് തോന്നുന്നു. ഒരു പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ രാജാവിന് തന്നെ മടുത്ത് കാണും. എന്ന് വെച്ചാൽ ഒരു കാര്യമില്ലാതെ ഈ ഓരോ ജീവികൾ വന്ന് മരണപ്പെടുന്ന കണ്ട്. അപ്പോൾ രാജാവിന് പെട്ടെന്ന് തന്നെ ഒരു അവേക്കനിങ് പോലെ വരുന്നു. രാജാവ് പറയുന്നു, ശരി, അങ്ങ് പറഞ്ഞത് കേട്ടിട്ട് ഞാൻ ഈ യാഗം നിർത്താമെന്ന് പറയുന്നു. രാജാവ് ചണ്ഡഭാർഗവൻ്റെ അടുത്ത് മറ്റുമൊക്കെ പറയുന്നു, യാഗം നിർത്തണം, മുനികുമാരൻ്റെ ആവശ്യമാണ്, നമ്മൾ ആവശ്യം അദ്ദേഹം ആദ്യമായിട്ട് എൻ്റെ അടുത്തൊരു കാര്യം ആവശ്യപ്പെടുന്നതാണ്, അപ്പോൾ എനിക്കത് ചെയ്തു കൊടുക്കാൻ സാധിച്ചില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വരാൻ പാടില്ല, അതുകൊണ്ടത് യാഗം നിർത്തിക്കോളൂ എന്ന് പറയുന്നു. യാഗം നിർത്തുന്നു. തക്ഷകൻ വ്യാസനെയും അവിടെ നിന്ന് മറ്റാൾക്കാരെയും ജനമേജയനെയും അസ്തിക മഹർഷിയും എല്ലാം വന്നിച്ചിട്ട് തക്ഷകൻ പോകുന്നു. അപ്പോൾ അസ്തിക മഹർഷി പറയുന്നു, പിന്നെ ജനമേജയ രാജാവേ, നിങ്ങൾ ഈ ചെയ്തതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. കാരണം നിങ്ങൾ മഹാന്മാരുള്ള പാണ്ഡവ വംശത്തിലെ രാജാവാണ്. മഹാവിഷ്ണു ഭഗവാന്റെ അവതാരമായ കൃഷ്ണൻ പോലും വന്ന് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ കൂടെ നിന്ന പാണ്ഡവ വംശത്തിലുള്ള രാജാവാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങളുടെ പ്രവൃത്തിയിൽ നിങ്ങൾ ആ തെറ്റ് മനസ്സിലാക്കി തിരുത്തിയതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. അത് നിങ്ങളുടെ വംശപാരമ്പര്യത്തിനാണ് കാണിക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ രാജാവ് ചോദിച്ചു, അത് എനിക്ക് എൻ്റെ വംശത്തിനെ കുറിച്ച് കൂടുതൽ അറിയണം അസ്തിക മുനികുമാരൻ, അങ്ങ് എനിക്ക് പറഞ്ഞു തരുമെന്ന് ചോദിക്കും. അപ്പോൾ അസ്തിക മുനികുമാരൻ പറയുന്നു, വ്യാസമഹർഷി ഇരിക്കുന്ന ഒരു സദസ്സിൽ ഞാനത് പറയുന്നത് ശരിയല്ല. വ്യാസമഹർഷിയാണത് പറയാൻ ഏറ്റവും അനുയോജ്യനായ വ്യക്തി എന്ന് പറയുന്നു. അപ്പോൾ എന്തായാലും എൻ്റെ കർമ്മം, എൻ്റെ ലക്ഷ്യം ഈ പ്രാണഹിംസ നിർത്തുക എന്നുള്ളതാണ്. അതെന്തായാലും നിർത്തി. രാജാവ്, ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യം എനിക്ക് നടത്തുന്നു, എല്ലാ ആശംസകളും എല്ലാ അനുഗ്രഹങ്ങളും എന്ന് പറഞ്ഞിട്ട് അസ്തിക മുനികുമാരൻ പോകും. ജനമേജയ രാജാവ് നേരെ വ്യാസമഹർഷി എന്ന മഹർഷി, എനിക്ക് പാണ്ഡവർ, എൻ്റെ വംശത്തിൻ്റെ കഥകളെല്ലാം എനിക്കറിയണം, അവരുടെ ആദ്യം തൊട്ടുള്ള കഥകൾ എനിക്കറിയണം, എനിക്ക് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ വ്യാസമഹർഷി തൻ്റെ ശിഷ്യനായ വൈശാമ്പനയൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അദ്ദേഹത്തിനോട് പറയുന്നു, നിനക്ക് ഈ കഥയെല്ലാം അറിയാം, നീ ഈ കഥ ജനമേജയ രാജാവിനും ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക എന്ന് പറയും. അങ്ങനെ വൈശാമ്പനയൻ പാണ്ഡവരുടെ ജീവചരിത്രം പറഞ്ഞു തുടങ്ങുകയാണ്. ആ സദസ്സിലുണ്ടായിരുന്ന വ്യക്തിയാണ് ഉഗ്രശ്രവസ് എന്ന സൂതൻ. ഈ ഉഗ്രശ്രവസ് ആണ് ആദ്യം നമ്മൾ പറഞ്ഞ ചൈതന്യ മഹർഷിയുടെയും ജഗൽക്കാരുവിൻ്റെയും കദ്രുവിൻ്റെയും വിനീതയുടെയും എല്ലാം കഥകൾ പറയുന്നത്. ആ ഉഗ്രശ്രവസ് പറയുന്ന രീതിയിലാണ് ഞാനും ഈ കഥകൾ പറയുന്നത്.
അപ്പോൾ എന്തായാലും പാണ്ഡവരുടെ വംശചരിത്രം തുടങ്ങുന്നത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഇതാണ് സർപ്പസത്രത്തിൻ്റെ കഥയും മഹാഭാരതത്തിൻ്റെ ഉത്ഭവം. മഹാഭാരതം കേട്ട് തുടങ്ങുന്നത്, വാമൊഴിയായി പറഞ്ഞു തുടങ്ങുന്നത് ഈ സർപ്പസത്രത്തിൽ നിന്നാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടിന്യൂ ചെയ്യാം. മഹാഭാരതത്തിലെ സംഭവപർവ്വത്തിലെ കഥകളാണ് ഈ പറയുന്നത്. കഥകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഫോളോ ചെയ്യുക. ഇനി ഈ മഹാഭാരതത്തിലെ കഥകളുമായി വരുന്നതായിരിക്കും.